പാകിസ്ഥാൻ എന്ന ഇന്ത്യയെ ബാധിച്ച ക്യാൻസർ, ആ ക്യാൻസറിനെ എതിരെ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. അതെ, ഒരു യുദ്ധം കൂടി ഉണ്ടാകും, പക്ഷെ അത് നിശബ്ദമായിട്ടായിരിക്കും, ആരും അറിയില്ല. ആ അറ്റാക്ക് അത്രത്തോളം മുറിവേൽപ്പിക്കുന്നതുമായിരിക്കും. കാരണം അത് ജലം കൊണ്ടുള്ളതാണ്. അതെ, വരുന്നത് ജലയുദ്ധം തന്നെയാണ്. നമുക്കറിയാം, സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് അത് എത്രമാത്രം പാകിസ്ഥാനെ വേദനിപ്പിച്ചു, മുറിവേൽപ്പിച്ചു. അവരുടെ സമ്പദ്ഘടനയെ പോലും പൊളിച്ചെഴുതിയ ഒന്നായിരുന്നു സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത്. ഇത്രയും കാലം ഇന്ത്യയെ ദ്രോഹിച്ചിട്ടും ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇക്കുറി ക്ഷമയുടെ, നമ്മൾ പറയില്ലേ, നെല്ലിപ്പലക ഇളക്കുന്ന തരത്തിൽ ആ ഭീകരന്മാർ വന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ ഇല്ലാതാക്കി, അതും മതം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിന് കൃത്യമായ മറുപടി നമ്മുടെ സഹോദരിമാരുടെ എല്ലാം കണ്ണുനീർ വീണു. അതിന് മറുപടി അതിൽ പറഞ്ഞല്ലോ, നിന്റെ പ്രധാനമന്ത്രിയോട്, മോദിജിയോട് പോയി പറയുമെന്നാണ് പറഞ്ഞത്. അതെ, മോദിയോട് പറഞ്ഞു, മോദി അറിഞ്ഞു. മോദി മാത്രമല്ല, ഈ രാജ്യം ഒന്നടങ്കം അവർക്കൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് പോലും വന്നില്ല ഈ നടപടി ശരിയല്ല എന്നുള്ളത്. ആ രീതിയിൽ പരാമർശങ്ങളിലേക്ക് വന്നവരുടെ വായടുപ്പിക്കാൻ വേണ്ടുന്ന വിധത്തിൽ സത്യത്തിൽ ഈ നാട്ടിലെ യുവജനങ്ങൾ തന്നെയാണ് രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഈ ഒരു നദീജല കരാർ മരവിപ്പിച്ചത് നന്നായി എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞത്. കാരണം ഇനി ഇവരെ വെച്ച് താമസിപ്പിക്കരുത്. എത്ര യുവാക്കളാണ് പറഞ്ഞത്, കയറി അടിക്കണം, ഇനി അവന്മാരെ ബാക്കി വെക്കരുത്. എന്തെങ്കിലും ഫണ്ടിന്റെ ആവശ്യമുണ്ട്, ഞങ്ങൾ തരാം. കാരണം ആ യുവജനങ്ങൾക്ക് വരെ മടുത്തു, ഈ രാജ്യത്തിനെ കൊണ്ട് പൊറുതിമുട്ടി എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ച കാര്യം. അത് അത്രത്തോളം ഭീകരമായ രീതിയിൽ നമ്മളെ കാലങ്ങളായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ നമുക്കെതിരെ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രാഷ്ട്രം. അപ്പോൾ ക്ഷമയ്ക്കും ഒരു പരിധിയൊക്കെ ഉണ്ട്. ക്ഷമയുടെ പരിധി കഴിഞ്ഞു. അത് തന്നെയാണ് ബ്രഹ്മോസിലൂടെയും ആകാശിലൂടെയും ഒക്കെ നമ്മൾ മറുപടി കൊടുത്തത്. അവൻ്റെ നെഞ്ചത്ത് തന്നെ തുള വന്നു. പല ഭീകരന്മാരുടെയും നെഞ്ചത്ത് തുള വീഴിക്കുകയും നമ്മൾ ചെയ്തു. ഇതിനെതിരെ വന്നവർക്കൊക്കെ മറുപടി പാർലമെന്റിൽ ഈ സഭ കൂടുന്നതിന് മുമ്പ് തന്നെ മോദി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ജലയുദ്ധം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ചെനാബ് നദിയിലെ വിവാദമായിട്ടുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഇനി യാതൊരു തരത്തിലുമുള്ള ചർച്ചകളുമില്ല. അതുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ അത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും ജലനയതന്ത്രത്തിലുമൊക്കെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു ഊർജ പദ്ധതി നമ്മൾ പറയുമ്പോൾ ജലവൈദ്യുതി, അതിലിപ്പോൾ എന്തോ സംഭവിക്കാനാണ് എന്ന് ചോദിക്കേണ്ട. അത് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം കേവലം ഒരു ഊർജ പദ്ധതി എന്നതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായമായിട്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനകം തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതെവിടെയാണ്? ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ചെനാബ് നദിയുണ്ട്. ഈ ചെനാബ് നദിക്ക് കുറുകെയാണ് 260 മെഗാവാട്ട് ശേഷിയുള്ള ദുൽഹസ്തി സ്റ്റേജ് 2 പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു 390 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പദ്ധതി ഉണ്ട്. അത് ദുൽഹസ്തി സ്റ്റേജ് 1 പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്റ്റേജ് 2 പദ്ധതി നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. 2025 ഡിസംബറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതി ഈ പദ്ധതിക്ക് ഔദ്യോഗികമായിട്ട് തന്നെ അനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിന് ഏതാണ്ട് 3000-ലധികം കോടി രൂപ, ഏതാണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 3277.45 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഈ പദ്ധതി നടപ്പാക്കും. പ്രതിരോധ ബജറ്റ് തന്നെ വലിയ രീതിയിൽ നമ്മൾ നടപ്പാക്കുമ്പോഴാണ് ഇവന്മാർക്കിട്ടുള്ള ഒരു പണി എന്നുള്ള മട്ടിൽ കൂടി ഈ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യം നടപ്പാക്കും എന്നുള്ളതാണ്.
അപ്പോൾ ഇത് നടപ്പാക്കുന്നത് വഴി നമുക്കുമുണ്ട് കേട്ടോ ഗുണം. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്കൻ ഇന്ത്യയിലെ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ആ ഊർജ്ജ പ്രതിസന്ധിക്ക് വലിയൊരു അളവിൽ തന്നെ പരിഹാരമൊക്കെ കാണാനായിട്ട് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് വഴി സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അപ്പോൾ 60കളില് സിന്ധു നദീജല കരാർ പ്രകാരം ചെനാബ്, ഝലം, സിന്ധു എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാനായിട്ട് പാകിസ്ഥാന് അവകാശമുണ്ട്. അപ്പോൾ ഈ നദികളിലെ ജലം തടഞ്ഞു നിർത്താതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇന്ത്യക്കും അവകാശമുണ്ട്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഭീകരവാദം ഇവര് വലിയ രീതിയിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭീകരവാദമൊക്കെ പാകിസ്ഥാനും കടന്ന് അവരെ അഫ്ഗാൻ അതിർത്തിയിലേക്ക് വരെ ഭീകരവാദ ക്യാമ്പുകളൊക്കെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ കൂണ് മുളച്ചു പൊങ്ങുന്നത് പോലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ്. അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രോജക്റ്റോ ജനോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും അവിടെ നടപ്പാക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഈ ഒരു ഭാഗം മാത്രം പോരാ, ഇന്ത്യ അങ്ങോട്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഭീകരന്മാരെ കൂടി അവരെ എന്താ പറയാ നിർമ്മിക്കാൻ പാകപ്പെടുത്തി എടുക്കാൻ പോവുകയൊക്കെയാണ്. നമ്മൾ 9 പോയിന്റാണ് ആക്രമിച്ചത്. 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ്. പക്ഷെ ഇവർ പറഞ്ഞത് മത കേന്ദ്രങ്ങളായിരുന്നു എന്നാണ്. അതെ, മതകേന്ദ്രമാണെങ്കിലും നന്നായി പോയി. കാരണം അവിടെ നിന്ന് പഠിപ്പിച്ചിറക്കുന്നത് മനുഷ്യ സമാധാനത്തിനുള്ള, ലോക സമാധാനത്തിനുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഞങ്ങളല്ലാത്തവരെല്ലാം കാഫിറുകളാണ് എന്ന് കണ്ടുകൊണ്ട് എല്ലാത്തിനെയും കൊന്നൊടുക്കണമെന്നുള്ള സന്ദേശമാണ് എന്നുണ്ടെങ്കിൽ അത് ഭീകരവാദ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇന്ത്യ അടിച്ചതിൽ തെറ്റൊന്നും പറയാനും പറ്റില്ല. എന്തായാലും ഈ പറയുന്ന തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരുത്തം വന്നിട്ട് സൈഫുള്ള കസൂരി, ലഷ്കറിന്റെ പെഹൽഗാം അറ്റാക്കിന്റെ മുഖ്യ സൂത്രധാരനാണ്. അവൻ പറയുന്നുണ്ടായിരുന്നു, ഹാഫിസ് സെയ്ദ് പറഞ്ഞത്രേ, ഇന്ത്യക്ക് ഇനി ഒരു 50 വർഷത്തേക്ക് പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ കഴിയില്ലെന്ന്. നീയൊക്കെ ഏത് ലോകത്താടോ ഇരിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് മനസ്സിലായത്? നിന്റെയൊക്കെ തലയ്ക്ക് ബോധമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അടി വാങ്ങി അവൻ്റെ മുച്ചൂടും നശിപ്പിച്ച അവൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചതിന് ശേഷവും ഇവന്മാരിപ്പോൾ തലപൊക്കി, ഞാഞ്ഞൂള് തലപൊക്കുന്നത് പോലെ പൊക്കിയിട്ട് പറയുകയാണ് ഇന്ത്യക്ക് ഇനി അടിക്കാൻ ശേഷിയൊന്നുമില്ല എന്നുള്ളത്. അടി കൊള്ളാൻ നിനക്കൊക്കെ ശേഷിയുണ്ടോ എന്നുള്ളത് നീയൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇനി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരാനായിട്ട്. കാരണം നിനക്ക് മുമ്പുള്ളവരെ, നിനക്ക് പിന്നിൽ നിന്നവരെയും ഒക്കെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭീകരരെയാണ്. ഒരൊറ്റ നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരുടെ ദേഹത്ത് ഒരു പൊടി പോലും, ഒരു മണൽത്തരി പോലും ഇന്ത്യ വീഴിക്കാതെ 4 ദിവസം കൊണ്ട് നിൻ്റെയൊക്കെ ആസ്ഥാനം അടപ്പ് തെറിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് ആർജവമുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭീകരവാദത്തിനെതിരെ സന്ധി ചെയ്യാത്ത സമരവുമായിട്ട് മുന്നോട്ട് തന്നെ പോകുക. അപ്പോൾ നീയൊക്കെ തിരിച്ചു പറയുന്നതിന് മുമ്പ് ആലോചിക്കണം, ഈ നാട് ഭരിക്കുന്നത് മറ്റാരുമല്ല, ആർജവമുള്ള ഒരു ഗവൺമെൻറ്റാണ്, മോദി ഗവൺമെൻറ്റാണ് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ കാര്യം കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ ഈ നീക്കത്തിനെതിരെ ഇപ്പം തന്നെ ഇവന്മാർ ഭയന്നു. ഈ സെക്കൻഡ് പ്രോജക്റ്റ് നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവന്മാർ ഭയന്നു. അപ്പോൾ ഇവന്മാർ അന്താരാഷ്ട്ര തലത്തിൽ പോയിട്ട് വലിയ പ്രതിഷേധം, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇന്ത്യ നീതിയല്ല നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചെനാബ് നദിയിലെ ജലത്തെ ഇന്ത്യ ആയുധമാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിക്ക് വെള്ളം ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്താണ് ഇന്ത്യ ജലം തടഞ്ഞു നിർത്തുന്നത്, അത് ഞങ്ങളുടെ ഭക്ഷ്യ സുരക്ഷയൊക്കെ തകർക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ പീപ്പിൾസ് പാർട്ടി നേതാവായിട്ടുള്ള ഷെറി റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ വിശേഷിപ്പിച്ചതും ജലയുദ്ധം എന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് അറിയാം ഈ നടക്കുന്നത് യുദ്ധമാണ്, അതായത് ഒരു കോൾഡ് വാർ, അല്ലെങ്കിൽ ഒരു നിശബ്ദമായ ഒരു യുദ്ധം ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഒക്കെ അവിടെ തിന്ന് കുടിച്ച് മതിച്ച് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് ഭീകരവാദത്തെ തുപ്പുന്നുണ്ട്, വിഷം വമിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേര് ഇളക്കാൻ ഈ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ഈ രാജ്യം
നടത്തുകയും ചെയ്യും. അപ്പോൾ കരാർ ലംഘനമൊക്കെ ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലേക്ക്, നമ്മൾ പറയില്ലേ അങ്ങ് ഡൽഹിയിലേക്ക് വിളിക്കട്ടെ എന്ന് ചോദിക്കുന്ന പോലെ, ഐക്യരാഷ്ട്രസഭയെയും ലോകബാങ്കിനെയൊക്കെ സമീപിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ രൂപരേഖ കരാർ ലംഘിക്കുന്നില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. നമുക്ക് ആ രീതിയിലുള്ള നിലപാടിലേക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പദ്ധതിയുടെ ഡിസൈൻ കരാറിലെ സാങ്കേതിക നിബന്ധനകൾക്ക് ഉള്ളിലാണ് എന്നൊക്കെ വിദഗ്ധ സമിതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വിദഗ്ധ സമിതിയൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ചെനാബ് നദീതടത്തിലുള്ള ഈ പ്രോജക്റ്റ് കൂടാതെ സാവൽകോട്ട്, റാറ്റിൽ, പക്കൽദുൽ തുടങ്ങിയിട്ടുള്ള ബൃഹത്തായ പദ്ധതികളെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാനായിട്ട് ഭാരതം വളരെ ദൃഢനിശ്ചയമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ നെഞ്ചത്ത് അടികൊള്ളുന്ന തരത്തിൽ, നമ്മൾ പറയില്ല ചില നിശബ്ദ വിപ്ലവങ്ങൾ അത് ഏൽപ്പിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാനാകാത്തതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് ഇതൊരു ജലയുദ്ധമാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവർ അറിയുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട് ഇനി അവരെ തകർക്കാനായിട്ട് ഈ ഒരൊറ്റ കാര്യം മതി എന്നുള്ളത് അവന്മാരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളിക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് പറഞ്ഞു വന്നത്.